ഇനി ന്യൂസ് 18 ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. അതായത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന സമയമാണ്. പല തരത്തിലുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മെനയുന്ന സാഹചര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ നേമത്ത് ഓരോ മുന്നണിയും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നത് സംസ്ഥാനത്തെ ആകെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ ഇടത് വലത് മുന്നണികൾ ചേർന്ന് പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ തന്നെ ഇറക്കാനാണ് BJPയുടെ ആലോചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേടിയ 22,116 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP കാണുന്ന അനുകൂല ഘടകം. കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് നിലനിർത്താൻ മന്ത്രി വി ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കുക എന്ന ആലോചന CPMൽ ശക്തമാണ്. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി BJP ആധിപത്യം പുലർത്തുന്ന മണ്ഡലം കഴിഞ്ഞ തവണ തിരിച്ചുപിടിച്ച ശിവൻകുട്ടി തന്നെയാണ് വിജയം ആവർത്തിക്കാൻ അനുയോജ്യനെന്നും വിലയിരുത്തലുണ്ട്. നേമത്ത് ജയിച്ചില്ലെങ്കിലും BJP അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമായിരുന്നു. ഇക്കുറിയും സമാനമായി കരുത്തനെ തന്നെ ഇറക്കേണ്ടി വരും കോൺഗ്രസിന്. അതാരാവണമെന്ന ആലോചന കോൺഗ്രസിലുമുണ്ട്. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം G ശ്രീജിത്തും VV അരുണും MG മിഥുനുമുണ്ട്. ആദ്യം ഞാൻ VV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ അതിലൂടെ വഴിവെട്ടി കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് BJP. വലിയ തന്ത്രങ്ങളാണ് മെനയുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തി അതിനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു നൽകിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഈ ഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിലേക്ക് പോലും കടക്കുന്ന സാഹചര്യമാണ് BJPക്ക് മുന്നിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നേമമാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അല്ലേ? ആര്യ, BJPയെ സംബന്ധിച്ചിടത്തോളം നേമം പോലെ ഒരു വിജയസാധ്യതയുള്ള മണ്ഡലമില്ല. മറ്റു പല മണ്ഡലങ്ങളും അവർക്ക് A ക്ലാസ് മണ്ഡലമാണെങ്കിലും BJPക്ക് അടിസ്ഥാന വോട്ടുകൾ തന്നെ വിജയത്തിലേക്ക് എത്താൻ ആവശ്യമായ വോട്ടുള്ള ഏക മണ്ഡലം അത് നേമം തന്നെയാണ്. നേമത്താണ് അവരുടെ ഏറ്റവും അധികം വിജയസാധ്യത എക്കാലത്തും കണക്കുകൂട്ടിയിരുന്നത്. മാത്രമല്ല BJPക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് വഴി തുറന്നത് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് നേമമാണ്. O രാജഗോപാലിലൂടെ 2016. അതുകൊണ്ട് തന്നെ നേമം ജയിച്ചില്ലെങ്കിൽ മറ്റൊരിടവും ജയിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പോലും BJPക്ക് ഇപ്പോഴുമുണ്ട്. നിയമം ഇത്തവണ അവർ ഉറപ്പിക്കാൻ കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരെയാണ് അവർ അവിടെ ഇത്തവണ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നത്. BJPക്ക് നഗരസഭയിൽ പോലും നേമം മണ്ഡലത്തിൽ വരുന്ന നഗരസഭാ വാർഡുകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. അവർക്ക് ആ രീതിയിലൊരു സ്വാധീനം അവിടെയുണ്ട്. അവരുടെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ് നേമം. അത് ഇപ്പോഴല്ല, വളരെ പണ്ടുകാലത്തെ തന്നെ RSSന്റെ ഒരു ശക്തി കേന്ദ്രമായി ഉള്ള സ്ഥലങ്ങൾ പലതും നേമത്ത് മണ്ഡലത്തിൽ ഉൾപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് അവർ ഒരു അനായാസ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രം ഇടതുമുന്നണിക്ക് ജയിക്കാനായി, മാത്രമല്ല CPMന്റെ തിരുവനന്തപുരത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി CPM നിർത്തി, നേമത്തിന്റെ മുൻ MLA കൂടിയ വി ശിവൻകുട്ടി. അതുകൊണ്ട് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നതിനപ്പുറത്തേക്ക് നേമം എപ്പോഴും വിജയിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ രംഗത്തിറക്കുന്നതിലൂടെ ആ സാധ്യതകൾ വർദ്ധിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. നിയമം പിടിക്കാൻ ആവശ്യമായ കണക്കുകൂട്ടലുകൾ പ്രവർത്തനങ്ങൾ BJP ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ പല പരിപാടികളിലും നേമം മണ്ഡലം കേന്ദ്രീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റം കൂടി അവർ അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനമായി കണക്കുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേമം വലിയ മുന്നേറ്റം BJPക്ക് ലഭിച്ചിരുന്നു. അവിടെ ആ സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സുപരിചിതനാണ്. ഏറ്റവും പ്രധാനം അവരുടെ സംഘടനാ സംവിധാനം തന്നെയാണ്. നിയമ മണ്ഡലത്തിൽ ശക്തമായ സംഘടനാ ശേഷിയും അടിസ്ഥാന വോട്ടുകളും. നമുക്കറിയാം എന്തുകൊണ്ട് CPM കോൺഗ്രസും ഒക്കെ കേരളം തുടർച്ചയായി ഭരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വാർഡുകളിലും അവർക്ക് സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും അവർക്ക് അല്ലെങ്കിൽ ഓരോ ബൂത്തുകളിലും അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ ആണ്. 95%-ലേറെയും കേരളം മുഴുവൻ കണക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ 90% മേളിലൊക്കെ കണക്ക് വരും. അങ്ങനെ ഒരു കുറച്ചോട്ടെങ്കിലുമുള്ള BJPക്ക് അങ്ങനെ എല്ലാ ബൂത്തുകളിലും ശക്തമായ സ്വാധീനമുള്ള ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് നിയമം. ആ സ്വാധീനം വോട്ടായി കൂടി മാറിയാൽ ഇത്തവണ വീണ്ടും
നിയമസഭയിലേക്ക്. പിണറായി വിജയൻ പറഞ്ഞു പൂട്ടിച്ച ശിവൻകുട്ടിയെ ഉപയോഗിച്ച് പറഞ്ഞു പൂട്ടിച്ച നിയമത്തെ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനവർ മുൻനിർത്ത സ്ഥാനാർത്ഥിയാകട്ടെ രാജീവ് ചന്ദ്രശേഖറാണ്, അവരുടെ സംസ്ഥാന അധ്യക്ഷനാണ്, മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അത്തരമൊരു നേതാവിൻ രംഗത്തിലേക്കുള്ള സാമുദായിക സമവാക്യങ്ങൾ കൂടി അനുകൂലമാകുന്ന തരത്തിലാകും BJPയുടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തന്നെ കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിജയപ്രതീക്ഷ തന്നെയാണ് BJP. നിയമം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP ഉള്ളത്. എന്നാൽ വി ശിവൻകുട്ടി എന്ന നേതാവിനെ തന്നെ CPM മത്സരരംഗത്തേക്ക് ഇറക്കുക. അപ്പോൾ ഉയരുന്ന ചോദ്യം, രണ്ട് ടേം നിബന്ധനയൊക്കെ കഴിഞ്ഞ തവണ CPM കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ 2 ടേം നിബന്ധന മാറ്റുമോ? അതിന് തന്നെയാണ് സാധ്യതയായും CPM പ്രത്യേകിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മുഴുവൻ 2 ടേം നിബന്ധന തന്നെ CPM എടുത്ത് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ചില പ്രധാന മണ്ഡലങ്ങളിലെങ്കിലും CPM അത്തരമൊരു ഇളവ് നേതാക്കൾക്ക് നൽകിയേക്കാം. അതിലൊരു മണ്ഡലം തീർച്ചയായും നിയമമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വി ശിവൻകുട്ടിയും വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വി ശിവൻകുട്ടി വന്നാൽ അവിടെ ഇത്തവണയും സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷ CPMനുണ്ട്, ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിന് അടിസ്ഥാനം ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ബന്ധം തന്നെയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടെ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഈ സമസ്ത വിഷയമൊക്കെ ചില അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുവെങ്കിലും നമുക്കറിയാം ഈ സംഘപരിവാർ അതിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്ത് CPMന് വലിയ മുന്നേറ്റം, ആ രീതിയിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായിക്കൊടുത്ത വിഷയം ഈ ഭാരതാംബ വിഷയമാണ്. ഭാരതാംബ വിഷയത്തിൽ വി ശിവൻകുട്ടി എടുത്ത ഒരു രാഷ്ട്രീയ സമീപനമുണ്ട്, രാഷ്ട്രീയ ലൈനുണ്ട്. അത് രാജ്ഭവനിൽ പോയി ഗവർണറെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അതിൻ്റെ അടിസ്ഥാന വിഷയം ഭാരതാംബ വിഷയമാണ്. RSS ചിഹ്നങ്ങൾ, RSS അടയാളങ്ങൾ സംസ്ഥാനത്തെ എല്ലാ പൊതുവാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടമായി വി ശിവൻകുട്ടിയുടെ രാജ്ഭവൻ എപ്പിസോഡ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അത്തരമൊരു പ്രതിച്ഛായ വർദ്ധിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം, CPMന്റെ പരമ്പരാഗത ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട്, ശിവൻകുട്ടി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെ മന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പോലും ഒരു വിധത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കും. കാരണം പല വിഷയങ്ങളും അദ്ദേഹം ഇടപെടുന്നത്, അദ്ദേഹം രാഷ്ട്രീയം നോക്കിയല്ല മണ്ഡലത്തിലെ പല വിഷയങ്ങളിലും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിക്ക് ഈ CPM മന്ത്രി എന്നതിനപ്പുറത്തേക്കുള്ള സ്വാധീന മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുവെന്ന് CPM വിശ്വസിക്കുന്നു. അത്തരം ചില ബന്ധങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെ ശിവൻകുട്ടി വന്നാൽ മറിച്ച് ചിന്തിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് CPM ഇപ്പോൾ കരുതുന്നത്. BJPയുടെ പൂട്ടിച്ച അക്കൗണ്ട് ഇത്തവണയും പൂട്ടി തന്നെ കിടക്കും നിയമത്ത് എന്ന് CPM ഉറപ്പിക്കാൻ കാരണം വി ശിവൻകുട്ടി നേതാവിലുള്ള വിശ്വാസമാണ്. മറ്റു ചില പേരുകൾ, ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരുകൾ, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരുകൾ നേരത്തെ ആദ്യങ്ങൾ സജീവ ചർച്ചയിലുണ്ടായിരുന്നു. ശിവൻകുട്ടി മത്സരിച്ചെങ്കിൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് CPM പോവുകയുള്ളൂ. അവിടെയാണ് ശിവൻകുട്ടി മത്സരിച്ചെങ്കിൽ മാത്രമേ അവിടെ മറ്റു പേരുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും, കാരണം കോൺഗ്രസിന് ശക്തമായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അവിടെ CPM വിജയിക്കാൻ എളുപ്പമായത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതെ, അതിലേക്കാണ് അരുൺ. അതായത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിച്ചു എന്നതിനപ്പുറം CPMന്റെ നിയമം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അതാരായിരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തവണയും കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് മാത്രമാണ് BJPക്ക് അവിടെ പിന്നോട്ട് പോവാൻ ആയത്, അല്ലെങ്കിൽ പിന്നോട്ട് പോയതും CPMന് അവിടെ ജയിക്കാൻ സാധിച്ചതും. അപ്പോൾ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. BJP അവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് അവിടെ നിർത്തില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസിന്റെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ടാണ് BJP 2016 ജയിച്ചു കയറി എന്ന വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിയമം പിടിക്കാൻ കെ മുരളീധരനെ കോൺഗ്രസ് കഴിഞ്ഞ തവണ അവിടെ മത്സരിപ്പിച്ചത്. നിയമം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പിടിച്ച വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു. ആ വോട്ടുകൾ തന്നെയാണ് വി ശിവൻകുട്ടിയുടെ ജയം അനായാസമാക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയത്തിലേക്ക് എത്തിച്ചതെന്ന വസ്തുതയാണ്. മുരളീധരൻ തന്നെ പറയാറുണ്ട്, ഞാൻ അവിടെ മത്സരിച്ചുകൊണ്ടാണ് അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. CPMന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഉള്ള മേന്മയോ അല്ലെങ്കിൽ CPMന്റെ മേന്മയോ കൊണ്ടല്ല അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിയത്. അത് താൻ ഇവിടെ മത്സരിച്ചതുകൊണ്ട് തന്നെയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നതാണ്. അത് അവർ ആ വസ്തു തിരിച്ചറിയുന്നു. CPMന്റെ ആരോപണം കോൺഗ്രസ് ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി O രാജഗോപാലിന് ജയിക്കാൻ നിയമത്ത് വഴിയൊരുക്കി എന്നുള്ളത് 2016 CPMന്റെ ആരോപണം. അത് മറ്റു തരത്തിൽ ശരിവയ്ക്കുന്ന പ്രതികരണമാണ് ശിവൻകുട്ടി ജയിച്ച ശേഷം 2021 കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. ഞങ്ങളുടെ ശക്തനായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ CPMന് ജയിക്കാനായത്. അവിടെ ഉയർന്ന ചോദ്യം, ആര്യ ചോദിച്ചതുപോലെ
പറഞ്ഞതുപോലെ ശക്തനായ സ്ഥാനാർത്ഥിനെ കോൺഗ്രസ് ഇത്തവണ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ശിവൻകുട്ടിയാണ് CPM സ്ഥാനാർത്ഥിയെങ്കിൽ കെ മുരളീധരനോട് മത്സരിക്കാൻ താല്പര്യമില്ല. അതിന് കാരണം അവിടെ ജയസാധ്യത അവിടെ കുറയും. കാരണം BJP അവരുടെ വോട്ട് എന്തായാലും അടിസ്ഥാന വോട്ടുകൾ പിടിക്കും. ശിവൻകുട്ടി CPM അവരുടെ വോട്ടുകൾ പിടിക്കുമ്പോൾ കോൺഗ്രസ് ലഭിക്കേണ്ട സ്വാഭാവികമായും അവരുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറത്തേക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി ലഭിക്കണം. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോകും. അങ്ങനെ വന്നാൽ മുരളീധരൻ വീണ്ടും അവിടെ പിന്നിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ ശിവൻകുട്ടിയാണ് CPM സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ മുരളീധരൻ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരുപക്ഷെ നിയമമായിരിക്കാം. അവിടെ ആര് മത്സരിക്കും? അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ അവിടെ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ GV ഹരി എന്ന കാലടി താമസിക്കുന്ന കാലടി സ്വദേശിയായ കോൺഗ്രസിന്റെ ബാലതരംഗത്തിന്റെയൊക്കെ നേതാവ് GV ഹരി എന്ന പേരിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് ദേശീയ ഭാരതരംഗത്തിലേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അദ്ദേഹം, നേതാവാണ് അദ്ദേഹം. വലിയ രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ആ നാട്ടുകാരന് കൂടിയാണ്. GV ഹരിയുടെ പേരിന് അവിടെ വളരെ പ്രാമുഖ്യം ലഭിക്കും. GV ഹരി ഒരുപക്ഷെ മുരളീധരൻ അല്ലെങ്കിൽ GV ഹരിക്കിന്റെ പേരിനായിരിക്കും അവിടെ ഒന്നാം പേര് തന്നെ GV ഹരി വരാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസിന്റെ നേതാവ് GV ഹരി. ഒരു പേര് കൂടി അവിടെ ഉള്ളത് നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പേരാണ്. നമുക്കറിയാം നേമം ഷജീർ ജില്ലയിൽ തന്നെ ഒരു പദയാത്ര നടത്തിയിരുന്നു കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ട് പല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നേമം ഷജീറിന്റെ ഒരു പദയാത്ര ഉണ്ടായിരുന്നു. നേമം മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു യുവ പ്രവർത്തകൻ കൂടിയാണ് ഷജീറും നേമം മണ്ഡലത്തിന് വേണ്ടി ഇതിനകം പ്രവർത്തനം തുടങ്ങി എന്നാണ് നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ 1-2 പേരുകൾ അവിടെ കോൺഗ്രസിൽ സജീവമായി തന്നെ ഉണ്ട്. അത് കെ മുരളീധരൻ, അത് വി ശിവൻകുട്ടി മത്സരിക്കുമോ എന്ന് ആശ്രയിച്ചിരിക്കും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകളും. ഏതായാലും മുരളീധരൻ, ഷജീർ, GV ഹരി എന്ന പേരുകൾ തന്നെയാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസിൽ പരിഗണനയുള്ളത്. അത് ആര് മത്സരിക്കുമെന്നത്, ഇടത് സ്ഥാനാർത്ഥി ആരാകും എന്നതിനെ ചുറ്റിപ്പറ്റി തന്നെയാകും ആ ഒരു തീരുമാനം കോൺഗ്രസിൽ ഉണ്ടാവുക. കോൺഗ്രസിനും അവിടെ ഇത്തരത്തിലൊരു പ്രതീക്ഷയുള്ളത് ഇടത് സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടും BJP അവരുടെ വോട്ടും പിടിച്ചാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ജയിച്ച് വരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവരും ഇത്തവണ നിയമം ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായി, അഭിമാന പോരാട്ടമായി നിയമം ഏറ്റെടുക്കുന്നത്. തീർച്ചയായും VV അരുണാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഉള്ളത്. അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ LDF ആണ് ജയിക്കുന്നതെങ്കിലും BJP ആണ് ജയിക്കുന്നത് എങ്കിൽ പോലും ആര് ജയിച്ചാലും ആര് തോറ്റാലും അവിടെ നിർണായക സ്വാധീന ശക്തിയായി പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഘടകമായി മാറുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ആദ്യം അരുൺ സൂചിപ്പിച്ചതുപോലെ നിയമം അത്രത്തോളം പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള മണ്ഡലമാണ് BJPക്ക്. നിയമത്തെ ജയിച്ചില്ലെങ്കിൽ മറ്റെവിടെ എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് BJPക്കുള്ളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും നിയമം പിടിക്കുക എന്നുള്ളത് അവരുടെ മുന്നിലെ വലിയ ലക്ഷ്യമാണ്. അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കമുള്ള ഘടകങ്ങൾ അവിടെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുള്ളതിനാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാകുമല്ലോ സ്വാഭാവികമായും മെനയുക. ഇപ്പോൾ ഉള്ള ചർച്ചകൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനപ്പുറം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യം, അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ നിയമം പിടിക്കാനുള്ള തന്ത്രങ്ങൾ, അത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ്, ഏതൊക്കെ ഘടകങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് BJP? നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ അടിസ്ഥാന വോട്ടുകൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിയമത്തിന്റെ പ്രസക്തി BJPയെ സംബന്ധിച്ച്. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഇതുവരെ BJP എല്ലാ കാലത്തും കളിയായിക്കൊണ്ടിരുന്നത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് തിരുത്തി BJP O രാജഗോപാലിലൂടെ നിയമം പിടിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ അക്കൗണ്ട് തന്നെ പൂട്ടിച്ചു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അവിടെ കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഒരുപക്ഷെ സംഘപരിവാര പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായ കുമ്മനം തന്നെ തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്കുണ്ടായ തിരിച്ചടി ചെറുതല്ല. മാത്രമല്ല, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയെ പോലും നിയമത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് മെനഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി നിയമത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ പുതുപ്പള്ളിയിലെ വീട്ടിൽ നടന്ന നാടകീയമായ രംഗങ്ങളെല്ലാം അന്ന് കണ്ടതുമാണ്. അതായത് നിയമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഘടകം, ചർച്ച എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം വന്ന ശേഷം ആ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ അവകാശവാദവുമായി ഇരുവിഭാഗങ്ങളും രംഗത്തെത്തി. മുഖ്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞത് ആ അക്കൗണ്ട് ഞങ്ങൾ അങ്ങ് പൂട്ടിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് നടത്തിയ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്, കയ്യടി നേടിയതാണ്.
അവിടെ കെ മുരളീധരനും തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഈ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു അരുൺ ചൂണ്ടിക്കാണിച്ച അനുസരിച്ച് മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് എത്തിയില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് വോട്ടുകൾ കാര്യമായി കിട്ടില്ല. അതാണ് പലപ്പോഴും BJPക്ക് നേട്ടമായി മാറാറുള്ളത് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറെ കാലമായി നേമം മണ്ഡലത്തിൽ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ ഏതാണ്ട് 22,000-ൽ പരം വോട്ടുകൾ അവിടെ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ മൂന്നാമതാണ് പോകുന്നത്. പക്ഷെ അതേ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ആണ് ആ മണ്ഡലം പിടിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവിടെ മാറി മാറി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ ഒരു വലിയ ഘടകമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അവിടെയാണ് കാലേ കൂട്ടി മുന്നിട്ടിറങ്ങുക. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്ലസ് പോയിന്റ് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് തേടിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതിന്റെ ഗുണം 22,000. ഒരുപക്ഷെ O രാജഗോപാലിന് ലഭിച്ച 18,000 വോട്ടിന്റെ ലീഡായിരുന്നു 2014 ലഭിച്ച 18,000 വോട്ടിന്റെ ലീഡായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4,000 വോട്ടിനാണ് ഏതാണ്ട് 5,000-ന് താഴെ വോട്ടിനാണ് അവിടെ ശിവൻകുട്ടി ജയിക്കുകയും ചെയ്യുന്നത്. അതായത് ഏത് സാഹചര്യം വന്നാലും ഇത്തവണ നിയമം പിടിക്കാം എന്നതാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രധാനമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തുന്നത്. അവിടെ BJP ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത് വളരെ മുൻപ് തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അവിടെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ആ നിലയിലാണ് ഏതാണ്ട് വളരെ മുൻപ് തന്നെ, ഇതിപ്പോ ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, പക്ഷെ അതിന് മുൻപ് തന്നെ മണ്ഡലം തീരുമാനിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ കളം പിടിക്കാൻ ഇറങ്ങുന്നത്. വളരെ പ്രതികൂലമായ പല ഘടകങ്ങളും ഉണ്ടാകും. ഈ അക്കൗണ്ട് പൂട്ടിക്കുക, ഇത് തുറക്കില്ല, ഇനിയും സമ്മതിക്കില്ല എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രധാന ചർച്ചാ വിഷയം. അവിടെ V ശിവൻകുട്ടി എന്ന അതികായനായ നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ശിവൻകുട്ടിയുടെ കൂടി ഒരു പ്രവർത്തന ശൈലിക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്തായാലും സംഘപരിവാറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ശിവൻകുട്ടി ഇപ്പോൾ ഉള്ളത്. ആ വോട്ടുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ പോലും പിടിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായി ഫലത്തിൽ ശിവൻകുട്ടിയുടെ ഈ നീക്കത്തെ കാണേണ്ടി വരും. എന്തായാലും BJP മാത്രമല്ല CPM-ഉം കോൺഗ്രസും ഒക്കെ ഇക്കാര്യത്തിൽ നിയമത്തിന്റെ കാര്യത്തിൽ കരുക്കൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞു. നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറും അടുത്ത തെരഞ്ഞെടുപ്പിലും. തീർച്ചയായും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, ഇനി വഹിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലം തന്നെയാകും നിയമം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തങ്ങളുടെ മണ്ഡലമാണ് എന്ന് ഉറച്ചു പറയാൻ ഒരു പാർട്ടികൾക്കും ഒരു മുന്നണികൾക്കും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിയമത്തേത്. അത് ഓരോ തവണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ, അല്ലെങ്കിൽ വിജയ ജയ തോൽവികളൊക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ആർക്കൊപ്പം നിയമത്തെ വോട്ടർമാർ നിൽക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിയമത്തുള്ളത്. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. MG മിഥുൻ നമുക്കൊപ്പം ആ കണക്കുകളുമായി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാറി മാറി വരുന്ന കണക്കുകളാണ്, ജയസാധ്യതയാണ്, ആർക്കൊപ്പം നിൽക്കും, എത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊന്നും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം. അത്തരത്തിൽ